ഒന്ന് നൊസ്റ്റു അടിക്കാൻ വിചാരിച്ച് ഉണ്ടാക്കി തുടങ്ങി എന്നാൽ ആകെ മൊത്തം മണ്ടത്തരം സംഭവിച്ചിട്ടുള്ളൊരു പാൽക്കോവയുടെ റെസിപ്പിയാണ് കേട്ടോ ഇതിൽ ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതേ അളവിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു പെർഫെക്റ്റ് ആയിട്ട് പാൽക്കോവ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ എന്തിനിത് ഇവിടെ ഇട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷിച്ച് സക്സസ് ആയത് മാത്രമല്ലല്ലോ, പരീക്ഷിച്ച് പാളിപ്പോയതും ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു പാത്രം എടുത്ത് അതിൽ നെയ്യ് ഒഴിച്ച് പാലും ഒഴിച്ച് ഒരു 3 സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായി തിളപ്പിച്ചു. അതിനുശേഷം നമ്മുടെ മൈദപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി പാലിൻ്റെയും നെയ്യുടെയും ക്വാണ്ടിറ്റി കുറഞ്ഞതാണോ അതോ മൈദപ്പൊടിയുടെ ക്വാണ്ടിറ്റി കൂടിപ്പോയതൊന്നും അറിയില്ല. അത് മൊത്തത്തിലൊരു കട്ട പിടിച്ച അവസ്ഥയിലായിരുന്നു. എന്തെങ്കിലും ആവട്ടെ വിചാരിച്ച് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഞാനൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തു. അപ്പോഴും അത് തന്നെയായിരുന്നു കേട്ടോ അവസ്ഥ. എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ച് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻസ് ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആകെ മൊത്തം കയ്യിൽ നിന്ന് പോയി എന്നുള്ളത്. അത് അവിടെ ഇവിടെ കട്ട പിടിച്ച് വെട്ടി തിളങ്ങി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്ത് പണ്ടാരെങ്കിലും ആവട്ടെ ഉണ്ടാക്കി തുടങ്ങിയല്ലേ വിചാരിച്ച് ഞാനത് പാത്രത്തിലിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. കാണുമ്പോൾ എനിക്ക് ഇത് ഒരു ഉപ്പുമാവിൻ്റെയൊക്കെ ലുക്കാണ് തോന്നിയത്. എന്നാലും ചെയ്ത് വന്നതല്ലേ കംപ്ലീറ്റ് ആക്കാൻ വിചാരിച്ച് ഞാനതൊരു പാത്രത്തിലിട്ട് സെറ്റ് ചെയ്തിട്ട് ഒരു 1 അവർ ഫ്രീസ് ചെയ്യാൻ വെച്ചു. ഫ്രീസറിന് എങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞ് നോക്കിയപ്പോൾ അത് ശരിക്കും ആരെങ്കിലും എറിഞ്ഞാലും മുറിയെന്നുള്ള അവസ്ഥയിലായിരുന്നു. അത്രയ്ക്ക് ഹാർഡായിരുന്നു കേട്ടോ. പിന്നീട് ഞാൻ എങ്ങനെയൊക്കെ കട്ട് ചെയ്തൊന്ന് ഗാർണിഷും ചെയ്ത് സന്ധ്യ ആയപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് വൈസ് ഒരു 8 ഔട്ട് ഓഫ് 10 കൊടുക്കാമെങ്കിലും പാൽക്കോവയുടെ വകയിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് കൂട്ടാട്ടോ.